കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറക്കുന്ന വസ്ത്രം ധരിച്ച് കുളിക്കലാണ് ഏറ്റവും അഫ്ളൽ. നഗ്നനായി കുളിക്കുന്നത് അത്ര നല്ലതല്ല. അഫ്ളലിന് ശ്രേഷ്ഠതയ്ക്ക് എതിരെന്നേ ഉള്ളൂ. കറാഹത്തോ മറ്റോ ഒന്നും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അദബ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. ഇത് എപ്പോഴാണ് ഈ പറയുന്നത്? ഔറത്ത് കാണൽ അനുവദനീയമായ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ വെച്ചോ അല്ലെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ചോ ആണെങ്കിലായി പറഞ്ഞത്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഔറത്ത് കാണുന്നത് പ്രശ്നമില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ മറക്കൽ അഫ്ളൽ എന്ന് പറഞ്ഞത്. അന്യ ആൾക്കാർ ഔറത്ത് കാണുന്ന സമയമാണെങ്കിൽ മറക്കാതെ അത് ചെയ്യൽ ഹറാമ് തന്നെയാണ്. അപ്പോൾ ഈ മറക്കുന്നത് ഇങ്ങനെ ആരും ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും മറക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അദബിന് വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല മലക്കുകൾ ജിന്നുകൾ ഒക്കെ ഉണ്ടാവും. പിന്നെ പണ്ഡിതന്മാരവിടെ പറയുന്നുണ്ട്, ഒന്നുമില്ലാതെ കുളിക്കേണ്ട ഒരു സാഹചര്യം, ആരുമില്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഒന്നുമില്ലാതെ കുളിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന ദിക്ർ ചൊല്ലി കുളിച്ചാൽ അപ്പോൾ അള്ളാഹ് കാണും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ജിന്നുകൾക്ക് കാണാൻ പറ്റില്ല എന്നാ. ജിന്ന് കൂടുക, പിശാച് കൂടുക, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അതിൻ്റേതായ മന്ത്രങ്ങളും ചികിത്സകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ അതിൻ്റേതായ ഫലവും കിട്ടും. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ബിസ്മില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന് ചൊല്ലിയാൽ ജിന്നുകൾക്ക് നമ്മൾ ഔറത്ത് കാണൂല എന്നുള്ളതാണ്. അതിനുള്ള പൂട്ടാണത്. അപ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ചാണെങ്കിൽ പോലും ഔറത്ത് മറക്കാതെ കുളിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടെങ്കിലും കുളിക്കണം. ഇനി അല്ല, ഒരു വിജനമായ സ്ഥലത്ത് വെച്ചാൽ കുളിക്കണത്. അപ്പോൾ അവിടെ ആളൊന്നുമില്ല, പക്ഷെ ഒരു കാലിയായൊരു സ്ഥലം, അതായത് നമ്മൾ തൊട്ടടുത്തൊന്നും മറല്ല, ഒരു പരന്ന ഒരു വലിയ ഗ്രൗണ്ട് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിക്കണം എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഇല്ലാതാവും എന്ന്, ബിസ്മില്ലാണ്ട് കുളിച്ചാൽ ഇങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഇല്ലാതാവും എന്നാണ് പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്.